ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സംഭവം എന്ന് വെച്ചാലേ കുറച്ച് വിഷയങ്ങളായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടായിരുന്നത്. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ വീഡിയോ ഇടുന്നില്ല. പലരും പറഞ്ഞു എൻ്റെ ലൈഫ് സ്റ്റൈൽ വീഡിയോ ഇടണമെന്ന്. ഇടാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതൊന്നും ഇടാൻ താല്പര്യപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അറിയിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയിക്കാനുണ്ട്. പക്ഷെ സഹി കെട്ടാൽ ഞാൻ അതെല്ലാം അറിയിക്കും. പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ പുതിയ കണ്ടൻറ്റ് വീഡിയോകൾ തന്നെ ഞാൻ ഇടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഈ 90s കിഡ്സിന് അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് ഈ കുട്ടിക്കാലത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവുമല്ലോ, കാർഡ് കളക്ഷൻസ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കളക്ഷൻസാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എൻ്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ, എനിക്ക് പണ്ട് ഈ റെസ്ലിംഗ് പ്രാന്ത്, ഒരുപാട് റെസ്ലിംഗ് പ്രാന്തായിരുന്നു, ഭയങ്കരമായിട്ട് റെസ്ലിംഗ് പ്രാന്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരുപാട് DVD VCD ഒക്കെ, ഒരുപാട് റെസ്ലിംഗ് VCDയും റെസ്ലിങ്ങിനെ പറ്റിയുള്ള DVDകളും കാര്യങ്ങളൊക്കെ ഒരുപാട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നുമില്ല. അതെല്ലാം ഞാനിങ്ങനെ കൂട്ടിക്കെട്ടി നിധി പോലെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ള സിനിമ CDകളും DVDകളും DCDകളും അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം. അപ്പോൾ ഇതിനെക്കാട്ടും ഒരുപാട് ഉണ്ടായിരുന്നു. കുറേ കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തു, കുറേ ഞാൻ കത്തിച്ച് കളഞ്ഞു, കുറേ നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ എൻ്റെ ബാക്കിയുള്ള സാധനങ്ങളാണിത്. അപ്പോൾ നമുക്ക് അത് നിങ്ങളെ കാണിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഇവനെ തട്ടാം. ഒരുപാട് വർഷമായിട്ടോ ഞാൻ ഇതൊക്കെ എടുത്തിട്ട്. സംഭവം DVD ഇത് കംപ്ലൈൻ്റ് ആയതിനു ശേഷം പിന്നെ ഇട്ടിട്ടില്ല. പിന്നെ അതിനുള്ള ടൈമും കിട്ടിയിട്ടില്ല. പിന്നെ ഒരുപാട് മ്യൂസിക് വീഡിയോസ് ഉണ്ട് കേട്ടോ. മ്യൂസിക്കിൻ്റെ സംഭവങ്ങൾ, പിന്നെ ഡിവോഷണൽ സോങ്സിൻ്റെതുണ്ട്. അപ്പം ഇതുപോലെ ആരെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഒരുപാട് കവറൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഡിവോഷണൽ സോങ്സ് ആണ് കേട്ടോ. അടുത്തിട്ട് കാണിച്ചു വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു ഷോപ്പ് തട്ടിക്കൂട്ടാനുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. നമുക്ക് ഓരോന്ന് സെക്ഷനായിട്ട് വരും. 1 2 3 4 5 അല്ലെങ്കിൽ ലാസ്റ്റ് കൗണ്ട് ചെയ്യാം. എൻ്റെ ഫേവറേറ്റ് ജോൺ സീനയുടെ സിനിമയാണ് കേട്ടോ, ദ മറൈൻ. ഇത് എനിക്ക് കിട്ടാതെ ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് കണ്ടുപിടിച്ച സാധനമാണ്. എനിക്ക് അത്രയും ഫേവറേറ്റ് ആണ് കേട്ടോ ഈ സാധനം. അങ്ങനെ മാറ്റിച്ച് ജോൺ സീന കളക്ഷൻ, ജോൺ സീനയുടെ ഫൈറ്റുകൾ മാത്രമുള്ള DVD ആണ്. കൂടുതൽ ജോൺ സീന കളക്ഷൻസ് ആണ് കേട്ടോ എൻ്റെ കയ്യിൽ. ഇവരുടെ അവിടെ ഇല്ല, DVD എവിടെയാണെന്ന് ഒരു പിടിയില്ല. ഡിവോഷണൽ സോങ്സ് ഒരുപാടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഡിവോഷണൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡിവോഷണൽ എന്ന് പറഞ്ഞാൽ ഓരോ യാത്രയിലും ഒരു 10 എണ്ണമെങ്കിലും കുറഞ്ഞാൽ ഞാൻ മേടിക്കുമായിരുന്നു ഡിവോഷണൽ സോങ്സ്. ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മളെ അതായത് ഈ ഡിസ്കിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ ഉണ്ടല്ലോ, ഈ സ്റ്റിക്കർ, ആ സ്റ്റിക്കറാണ്. അത് ഞാൻ എൻ്റെ കയ്യിൽ ഒരു സെറ്റ് സാധനം ഉണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ ആ പ്രാന്തൊന്നും ഇല്ലാത്തതുകൊണ്ട് നോക്കുന്ന പോലുമില്ല. പിന്നെ കുറേ DVD മാത്രമായിട്ട് കിടപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ സോങ്സാണ്, MP3 സോങ്സാണ്. മൈക്കിൾ ജാക്സന്റെ വീഡിയോ ആൽബം. ഇതിൻ്റെ പൗച്ച് എവിടെയാണെന്ന് അറിയാമില്ല, അത് മാറ്റി വെച്ചേക്കാം. ഇതൊക്കെ ഒരു സമയത്ത് എനിക്ക് സ്ഥിരം വേണ്ടിയിരുന്ന സാധനമായിരുന്നു ഇതൊക്കെ. ഇതുപോലെ ഒരുപാട് ഡിസ്കുകൾ ഒരുപാട് എൻ്റെ നഷ്ടപ്പെട്ടല്ല, ഞാൻ കളഞ്ഞതുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കൊടുത്തത്, അങ്ങനെ ഒരുപാട് ഡിസ്കുകളുണ്ട് കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഇത് തന്നെ ഞാൻ എന്തോ എനിക്ക് കളയാൻ മനസ്സ് വരുന്നില്ല.
ഇതൊക്കെ MP3 കാസറ്റ്സ് ആണ് കേട്ടോ. അതായത് പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഷോപ്പിൽ പോയിട്ടാണല്ലോ ഓരോ തവണ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അതിലെ പാട്ട് ചിലപ്പോൾ നമുക്ക് ഒരു സിനിമയിലെ പാട്ടായിരിക്കും ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ടൈമിലും ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഓരോ തവണ പോയിട്ടും ഓരോ പാട്ടിന് വേണ്ടിയിട്ട് ഓരോ തവണയും റൈറ്റ് ചെയ്തതാണ് സംഭവം. മറ്റുള്ള ലിസ്റ്റിലുള്ള പാട്ടുകൾ തന്നെയാണ് ഇതിലുള്ളത്. പക്ഷേ എക്സ്ട്രാ ആഡ് ആവുന്നത് ആ പുതിയതായിട്ട് ഇറങ്ങുന്ന ഒരു സിനിമയിൽ ഒരു പാട്ട് മാത്രമായിരിക്കും. അതേപോലെ എനിക്ക് അന്ന് ആ ടൈമിൽ ഇതേപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഇംഗ്ലീഷ് ആൽബം സോങ്സ്, ഓ മാൻ, ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, നൊസ്റ്റ് അടിക്കുന്നു, നൊസ്റ്റ്. ഏതെടുത്താലും ജോൺ സീന, ഏതെടുത്താലും ജോൺ സീന. പിന്നെ മൂവീസ് ഒരുപാട് മൂവീസ് ഉണ്ട് കേട്ടോ. ഇത് മൂവി സോങ്സ് രീതിയാണ്. പ്ലേ ആവുന്നത് നോക്കിക്കോണേ, ചിലപ്പോൾ ഫുള്ളാകുമ്പം നമ്മളെ മണിച്ചേട്ടൻ്റെ കളക്ഷനാണ്. ഈ സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ജോൺസിനടുത്ത റീയൂണിയൻ, അതിൻ്റെ DVD ആണ് കേട്ടോ. എൻ്റെ 2 സിനിമ എടുക്കുക. എനിക്ക് ഇപ്പം തോന്നുന്നത് റെസ്ലിങ്ങിനെക്കാട്ടിയും കൂടുതൽ ഡിവോഷൻ സോങ്സിൻ്റെ DVD ആണ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇപ്പം തോന്നുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ എണ്ണത്തിൽ കൂടുതലായിട്ട് കാണിക്കുന്നത്. ഇനി ഒരു ബാഗ് കൂടെ ഉണ്ടല്ലോ കുട്ടിക്ക്, അപ്പോഴറിയാം ബാക്കിയുള്ള കാര്യങ്ങൾ. അയൺമാൻ മൂവിയാണ് കേട്ടോ, മൂവി. ഞാൻ മാർവൽ DC ഫാനാണ് കേട്ടോ. മാർവൽ DC എന്ന് പറഞ്ഞാൽ എനിക്ക് മാർവലാണ് കൂടുതൽ ഇഷ്ടം. അപ്പം മാർവലിൻ്റെ കുറേ സാധനങ്ങൾ കാണണം. റോബിൻ ഹുഡ് ഞാൻ ആദ്യമായിട്ട് മേടിച്ച ഒറിജിനൽ DVD ഒറിജിനൽ. മറ്റേതെല്ലാം ഇതുപോലെ അതിൻ്റെ കോപ്പീസാണ്. ഞാൻ ആദ്യമായിട്ട് മേടിച്ച ഒറിജിനൽ DVD ആണ് കേട്ടോ. ആ സമയത്ത് പുതിയ മുഖം. അതുപോലെ തന്നെ പുതിയ മുഖത്തിനെ പറ്റി പറയാനാണെങ്കിൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിനക്കെന്താ മീശയും താടി വെച്ചൂടെ? സംഭവം എനിക്ക് പണ്ട് മീശ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പുതിയ മുഖം കണ്ടതിന് ശേഷം ഞാൻ അത് പഠിച്ചോളാം. അതിന് ശേഷം ഞാൻ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനും എന്തോ പുതിയ മുഖം. ഓക്കെ, ഇത് ഇംഗ്ലീഷ് പഠിക്കാനുള്ള സംഭവം കാര്യമൊന്നുമില്ലായിരുന്നു. WWE ശ്രീരാമമന്ത്രം. ഇതിലെ പാട്ടുകൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയുമോ? നമ്മുടെ മനസ്സിനെ ഉലയ്ക്കുന്ന അടിപൊളി പാട്ടുകളാണ് കേട്ടോ ശ്രീരാമമന്ത്രം എന്ന് പറയുന്നത്. സൂപ്പർ പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ വേറൊരു DVD കൂടെ കാണണം, മണിയുടെ ഭക്തിഗാനങ്ങൾ. മണിച്ചേട്ടൻ്റെ ഒരുപാട് ഭക്തിഗാനങ്ങളുണ്ട് കളക്ഷൻസ്. ഇപ്പം എല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണല്ലോ, അതുകൊണ്ട് ഇപ്പം DVDയും VCDയും ഒന്നും ആർക്കും ആവശ്യമില്ല. നമ്മുടെ തുമ്പപ്പൂ, അയ്യോ, തുമ്പപ്പൂവിൻ്റെ ഡിസ്ക്കാണ് കേട്ടോ. തുമ്പപ്പൂ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഒരു ടൈമിൽ ഒരു തരംഗമായിരുന്നല്ലോ ആ തുമ്പപ്പൂവിലെ പാട്ടുകൾ. ആ ഡിസ്ക്കാണ് കേട്ടോ. മണിച്ചേട്ടൻ്റെ പാട്ട്.
ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാഗ് കാലിയായി. ആദ്യത്തെ ബാഗിൽ കാലിയായപ്പോൾ അതിൽ കൂടുതൽ കാഴ്ചയ്ക്കുള്ളത് ഡിവോഷണൽ സോങ്സ് ആണ് കേട്ടോ. 2ാം സ്ഥാനമാണ് നമ്മുടെ റെസ്ലിംഗ് DVD-യും. 3ാം സ്ഥാനം നിൽക്കുന്നത് നമ്മുടെ MP3. 4ാം സ്ഥാനം സിനിമ. അപ്പോൾ 2 സിനിമ നമ്മുടെ ജോൺസിന് 2 സിനിമ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്ലിംഗിന് കുറച്ച് റെസ്ലിംഗ് DVD കിടന്നു കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം, ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇത് കണ്ടോ, സ്പൈഡർമാൻ കളക്ഷനാണ് കേട്ടോ. നമ്മുടെ പഴയ സ്പൈഡർമാൻ, അതായത് 1, 2, 3 3 സിനിമ. ഇതൊക്കെ അന്ന് ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ ഇതൊക്കെ. ഓക്കെ, മൂവി. അപ്പോൾ നമ്മൾ 2ാമത്തെ ബാഗ് പൊട്ടിക്കാൻ പോവുകയാണ്. 2ാമത്തെ ബാഗ് തുറക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാഗ് ഫുള്ള് കഴിഞ്ഞു. ഈ 2ാമത്തെ പൊട്ടിക്കാം. ഇപ്പോൾ മികച്ച് കൂടുതൽ നിൽക്കുന്നത് നമ്മുടെ ഡിവോഷനിലാണ്. അപ്പോൾ എൻ്റെ കണക്കൂട്ടലിൽ റെസ്ലിംഗ് DVDs ആണ് ഒരുപാട് ഉള്ളതായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇതോടെ നോക്കപ്പോൾ അറിയാം. പാമ്പോലും കയറി ഇരിക്കൊണ്ടാന്ന് തോന്നുന്നു. വാരി കൊടുക്കുന്നു DVD VCD വാരി കൊടുക്കുന്നു. ആദായ വിൽപ്പന. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്നേ ഒതുക്കിപ്പോ. അപ്പോൾ ഡിവോഷണൽ, ദിൽവാലെ ദുൽഹനിയെ ലേ ജായേംഗെ, ആ മൂവി. റാംപേജ് കളക്ഷൻ. വന്നു തുടങ്ങി മാൻ. ഇത് നമ്മുടെ അണ്ടർടേക്കറിന്റെ മാത്രം കളക്ഷനാണ് കേട്ടോ. ഇത് റാൻഡി ഓർട്ടന്റെ മാത്രം കളക്ഷൻ. അതായത് ഇവരുടെ ഫൈറ്റുകൾ മാത്രമേ ഉള്ളൂ. ആ കളക്ഷൻസ് ആണ്. അത് മാത്രം. നമ്മൾ ജോൺസിനുടെ കളക്ഷൻ അതുപോലെ അണ്ടർടേക്കറിന്റെയും റാൻഡി ഓർട്ടന്റെയും മാത്രം കളക്ഷൻ. അത് റെസ്ലിംഗിലോട്ട് പോവാം. (2011) റോയൽ റംബിൾ. പിന്നെ ഞാൻ ഈ മാർവലിൻ്റെയൊക്കെ DVD വാങ്ങുന്നുണ്ട്. ഇംഗ്ലീഷ് മൂവി അതിൻ്റെ തമിഴ് ഡബ്ബ് സാധനങ്ങൾ കേട്ടോ വാങ്ങുന്നു, മനസ്സിലാവണ്ടേ. ഡിവോഷണൽ, മിഥില, ഓമരം, കൂട്ടപ്പം, ശ്രീചക്രം. പിന്നെ ആ ടൈമിൽ എനിക്ക് ഇതൊരു ഫേവററ്റ് മൂവി ഉണ്ടായിരുന്നു കേട്ടോ, കഹോന പ്യാർ ഹെ. റെസ്ലിംഗ് DVDs വന്നു തുടങ്ങി കേട്ടോ. ഇനിയിപ്പം ഇതിനെക്കാട്ടി എണ്ണ ഇവിടെ ആവാൻ സാധ്യതയുണ്ട്. സാധനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഗജിനി, നമ്മുടെ അമീർ ഖാൻ്റെ ഗജിനി ഉണ്ട്. ഫാൻ, അത് നല്ലൊരു മൂവിയാണ്. ഷാറുഖ് ഖാൻ്റെ ഫാൻ. നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് 2009 നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് ആണ്. കാണാൻ പറ്റുന്നുണ്ടോ? മണിച്ചേട്ടൻ്റെ നാടൻ പാട്ടുകളാണ്. പ്രേമം. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 8. ഈ 7 ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. ഇത് എത്ര പേര് കണ്ടിട്ടുണ്ട്? ആംഗ്രി ബേർഡ്സിൻ്റെ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് സൂപ്പർ മൂവിയല്ലേ, കണ്ടവർക്ക് അറിയാം. കിടില മൂവിയാണ് കേട്ടോ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടവർന്ന് കമൻറ്റ് ചെയ്യും, കൊള്ളാവോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, കണ്ടില്ല.
ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 7. എൻ്റെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആ ഒരു ഇതിൽ എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ഇതാണ് 7. ഓക്കെ, സ്മാക്ഡൗൺ. സ്മാക്ഡൗൺ റോയും കൂടെ ഉള്ളതാണ് കേട്ടോ. വാവ്, റോയുടെ ഡിവിഡികൾ തന്നെ ഒരുപാടുണ്ട്. റോ എന്ന് പറഞ്ഞാൽ നമ്മളെ WWE അന്ന് ചൊവ്വാഴ്ചയായിരുന്നു, ഇപ്പം എന്നാണെന്ന് അറിയത്തില്ല. അന്ന് ലൈവ് ഇല്ലായിരുന്നല്ലോ, ഇപ്പോൾ ലൈവ് ഉണ്ടല്ലോ. അപ്പം ഞാൻ ഈ റോയുടെ ഒരുപാട് ഡിവിഡീസ്, എനിക്ക് സ്മാക്ഡൗണിനെക്കാളും കൂടുതൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് റോയാണ്. അപ്പോൾ റോയുടെ ഒരുപാട് ഡിവിഡീസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, റെസ്ലിംഗ് വീഡിയോസ്. ഓക്കെ, ഒറ്റ കാരണം ഒറ്റ പേര് ജോൺ സീന, അതുകൊണ്ട് മാത്രമാണ് ഈ റോ കളക്ഷൻസ് വരുന്നത്. പഴയ വീഡിയോസിലൊക്കെ പണ്ടൊക്കെ സ്മാക്ഡൗണിലായിരുന്നു പുള്ളി, പിന്നെ റോയിൽ അതിനുശേഷം റോയുടെ ഡിവിഡീസ് മേടിച്ച് കൂട്ടാൻ തുടങ്ങി, പുള്ളിയെ കാണാൻ വേണ്ടി മാത്രം. നമ്മൾ പണ്ട് ക്രിക്കറ്റ് അറിയാത്ത ടീമുകൾ ക്രിക്കറ്റ് കാണാൻ പറഞ്ഞില്ല, അതായത് സച്ചിനെ കാണാൻ വേണ്ടിയിട്ട്, അതുപോലെ ജോൺസിനെ കാണാൻ വേണ്ടി. ഓക്കെ, ഡിവോഷണൽ ശ്രീരാമമന്ത്രം. ഇതൊന്ന് നോക്കി വെച്ചു, ഇതിലെ പാട്ടുകളുണ്ടല്ലോ എൻ്റെ പൊന്ന്. ശ്രീരാമമന്ത്രം എന്ന് പറഞ്ഞു കിട്ടില്ല പാട്ടുകളാണ് കേട്ടോ. ഇതൊക്കെ റെസ്റ്റ് ഇല്ലാതെ ഞാൻ ഇട്ടിരുന്ന സാധനങ്ങളാണ് ഈ ഇതിലെ പാട്ടുകൾ. എൻ്റെ വീടെ കിക്സുകളാണ് കേട്ടോ. ശ്രീരാമമന്ത്രം എനിക്ക് തോന്നുന്നത് 3-ാമത്തെ 4-ാമത്തെ ആയി. അത് ഞാൻ കാണുന്ന സ്ഥലത്തൊന്നും എല്ലാം അത് വാങ്ങും. അന്ന് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പെൻഡ്രൈവ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, പെൻഡ്രൈവ് മെമ്മറി കാർഡ് അങ്ങനെ ഒരു സംഭവം എൻ്റെ DVD ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഡിസ്ക് സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ പാടാം, ഇത് വീഡിയോ CD ആണ്. അപ്പോൾ ഞാൻ ഈ സാധനം കാണുന്ന സ്ഥലത്തൊന്നും എല്ലാം ഞാൻ വരും. ഓ, ഇതാണ് ഇതായി. ജോൺ സീനയുടെ പിക്ചറുള്ള ബുക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കാൻ കേട്ടോ ഞാൻ. കാൽ പൗച്ചുകളൊക്കെ പറഞ്ഞു. ആഷിഖ് മൂവിയാണ് കേട്ടോ, ആഷിഖ്. ABCD ആടെല്ലാം ഒരു ചിന്നതായിട്ടാണ്. Anybody can dance അങ്ങനെ പറയില്ലേ. ടെർമിനേറ്റർ ജെൻസ് 5. ഇത് മൈക്കിൾ ജാക്സന്റെ ആൽബംസ് മാത്രമാണ് കേട്ടോ. ഇത് റോയാണ്. ഇത് മണ്ടക്കാട്ടമ്മയുടെ ഡിവോഷനാണ്, കാട്ടിൽ മേക്കതിലെ ഡിവോഷനാണ്. അയൺമാൻ കളക്ഷൻസ് ആണ് കേട്ടോ. അയൺമാൻ 1, അയൺമാൻ 2, അയൺമാൻ 3 ആൻഡ് അവഞ്ചേഴ്സ്. അവനിവൻ ഇത് നല്ലൊരു മൂവിയാണ് കേട്ടോ. അവനിവൻ ഇത് നമ്മുടെ ആര്യയുടെയും വിശാലിൻ്റെയും ഒരു മൂവിയാണ്, സൂപ്പർ മൂവിയാണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 5. കാട്ടിൽ മേക്കതില്ല ഡിവോഷണൽ സോങ്ങാണ്. അമ്മേ കളഞ്ഞു ഗൈസ്. ഇരുന്നില്ലല്ലോ. ഒരു സമയത്ത് എല്ലാവരും നമ്മളെയൊക്കെ പേടിപ്പിച്ച ഒരു സംഭവമുണ്ട്. നമ്മൾ 2012 ആവല്ലേ എന്ന് പ്രാർത്ഥിച്ച ഈ സിനിമ എടുത്ത് 2012 ലോകാവസാനം. എത്ര പേര് കണ്ടിട്ടുണ്ട്? ഇത് കണ്ടവരെന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, നല്ല വിഷമമുണ്ട് ഓരോന്ന് കണ്ടാൽ. ഓരോന്ന് കാണുമ്പോൾ നല്ല വിഷമമുണ്ട്. ഇതൊക്കെ കേട്ടോ
ഇൻ ഗോസ്റ്റ് ഓഫ് ഇൻ ഡിവിഷനാണ്. നയൻറ്റീസ് കിഡ്സിന് എത്ര പേർക്കറിയാം ഈ മൂവി? ബാദ്ഷാ, ഷാറുഖ് ഖാന്റെ ബാദ്ഷാ. സെറ്റ് മൂവിയല്ലേ, കിടില മൂവിയല്ലേ? ഇപ്പോഴും ഡിവോഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു ശ്രീരാമ മന്ത്രം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് 5ാമത്തെ ആണെന്ന് തോന്നുന്നു. അല്ലേ, 5ാമത്തെ അല്ലേ? 5ാമത്തെ ആണെന്ന് തോന്നുന്നു. കൊമ്പൻ ജുറാസിക് വേൾഡ് ഫസ്റ്റ് ആണ് കേട്ടോ. ജുറാസിക് വേൾഡ് ഫസ്റ്റ്. ഇത് ബ്രോക്കിന്റെ കളക്ഷൻ ആണ്. ബ്രോക്ക് ലെസ്നറുടെ കളക്ഷൻസ് ആണ്. റെസ്ലിംഗ് ഡിവിഡിയാണ്. നമുക്ക് ഡിസ്ക് എല്ലാം അങ്ങ് മാറ്റി വയ്ക്കാം. അത് ലാസ്റ്റ് നമുക്ക് കണ്ടു പോകാം ഏതൊക്കെയാണെന്നുള്ളത്. ഇനിയിപ്പോൾ സ്ക്രാച്ച് ആയാലും നമുക്ക് നോക്കണ്ടല്ലോ. ഇത് നമ്മൾ എന്ത് ചെയ്യാനാണ്? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒതുക്കി വയ്ക്കാം. ഇരുന്നില്ല. അവഞ്ചേഴ്സ് തമിഴ് സാധനം ഒറിജിനലാണ് കേട്ടോ. ഒറിജിനൽ ഡി വി ഡി ആണ് അവഞ്ചേഴ്സിൻ്റെ. സോണിയുടെ ഡി വി ഡി ആണ് കേട്ടോ. ഇന്ന് കാശ് കൂടുതലായിരുന്നു, ഞാൻ കാശ് നോക്കിയില്ല. കോയ് മിൽ ഗയ, നമ്മുടെ കൃഷിൻ്റെയൊക്കെ 1ാം ഭാഗം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. സമയമായിട്ടോ അപ്പം. നോ മേഴ്സി ഓൾഡാണ് കേട്ടോ. WWE Men in Black ഫസ്റ്റ് പാർട്ട്. ഹനുമാന്റെയും ശ്രീരാമന്റെയും ആണ് കേട്ടോ കൂടുതലും. ജംഗിൾ ബുക്ക് മൂവിയാണ് കേട്ടോ. കുറച്ചില്ലാത്തോണ്ട് നല്ലോണം കാണിച്ചു കൊടുക്കണേ. അതിന്റെ ഫിബിന്റെ കാര്യത്തിൽ തീരുമാനം. ഓക്കെ, 50 23 ഗസ്റ്റ് ആണ് കേട്ടോ കൂടുതലും. പിക്സ് ഓഫ് മമ്മൂക്ക, ഹിന്ദി സോങ്സ് ഇതിലുണ്ട് കേട്ടോ 1-2 ജോൺസീന കളക്ഷൻസ്. ധൂം 2, ഹിബ് തീരുമാനമായി. അപ്പം അത് മൂവീസ് ഉണ്ട്, MP3 ഉണ്ട്. അപ്പോൾ നമുക്കത് സെൻറ്ററിൽ മാറ്റി കിട്ടും. ശിവാജി നമ്മുടെ സൂപ്പർ സ്റ്റാർ. ചിലമ്പാട്ടം.
ആ സമയത്ത് ഇറങ്ങിയ തുമ്പപ്പൂവിൻ്റെ ഒറിജിനൽ VCD ആണ് കേട്ടോ. ഒറിജിനൽ VCD തുമ്പപ്പൂ. തുമ്പപ്പൂവൊക്കെ അറിയാമായിരിക്കുമല്ലേ? മാരി MP3 ആണ് കേട്ടോ. ചടപട കാര്യങ്ങൾ നോക്കാം. ഡ്രാഗൺ ബ്ലേഡ്, നമ്മുടെ ജാക്കി ചാൻ്റെ ഡ്രാഗൺ ബ്ലേഡ്. അടുത്ത സ്പൈഡർമാൻ കളക്ഷൻസ്. പിന്നെ അണ്ടർടേക്കറിൻ്റെ നമ്മുടെ പഴയ അണ്ടർടേക്കർ കളക്ഷൻസ് ആണ് കേട്ടോ. അതായത് ഓൾഡ് ട്രിപ്ലച്ച് കളക്ഷൻസ്. കെയിൻ്റെ കളക്ഷൻ. അവഞ്ചേഴ്സ്. റഹ്മാൻ മണിച്ചേട്ടൻ്റെ MP3 ഇമോഷണൽ ഫോം. പിന്നെ ഈ റെസ്ലിംഗിൽ തന്നെ അതിൻ്റെ ഓരോ പ്രൊമോഷനിലും അതിൻ്റെ സോങ്സ് ഇല്ലേ, അതായത് റെസൽമേനിയ, റോയൽ റംബർ, TLC ഒക്കെ ഇവർ പണ്ടത്തെ സോങ്സ് കിട്ടില്ല സോങ്സ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ പാട്ടുകളൊന്നും വലിയ ഗുണമൊന്നുമില്ല, പക്ഷെ പണ്ടത്തെ സോങ്സുകൾ അത് ഞാൻ അതിൻ്റെ ഒരു കളക്ഷൻസ് ഉണ്ട്. WWE സോങ്സ് സ്പെഷ്യൽസിലും കിട്ടില്ല പാട്ടുകളുണ്ട്. ആ കളക്ഷൻസ് ആണ് കേട്ടോ. ഭക്തഹനുമാൻ മൂവിയാണ്, സിനിമയാണ്. സമ്മർ സ്ലാം. തീരുന്നില്ല ഗൈസ്, അളവ്. രാമരാജ്യം. ഏതാണെന്ന് അറിയാൻ പറ്റിയ പേരില്ല. ഈ മഹാദേവ രുദ്രാക്ഷ ഇതിലെ പാട്ട് നിങ്ങളൊന്ന് കേട്ട് നോക്കണം കേട്ടോ. സൂപ്പർ പാട്ടാണ്, ഡിവോഷനാണ്. നമ്മുടെ തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിലെ പാട്ടാണ് കേട്ടോ. ഹെൽബോയ് എൻ്റെ ഫേവററ്റ് മൂവിയാണ് കേട്ടോ. നമുക്ക് DVD ഫസ്റ്റ് DVD മേടിച്ച് നമ്മൾ ആദ്യം മേടിച്ച ഒരു MP3 കേട്ടാണ് വെങ്കടേശ്വര സുപ്രഭാതം കേട്ട ദിവസം എഴുന്നേക്കും. ഇപ്പോഴും ഉണ്ട്. 2009 ആ സമയത്ത് വെച്ചത്. Fast and Furious 4. ഇപ്പൊ നോക്കിയിട്ട് ഡിവോഷൻസ് ആണ് കേട്ടോ ഒരുപാടുള്ളത്. എന്താ പൊന്നു, കബാലി സോഡ ധനുഷിന്റെ ഒരു ട്രെയിനിലൊരു മൂവി ഉണ്ടല്ലോ, ആ മൂവി ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ.
ക്യാപ്റ്റൻ അമേരിക്ക. അയ്യോ, അത് മൂവിയല്ല, അത് റെസ്ലിംഗ്. ഇതാണ് എൻ്റെ DVD ആൻഡ് VCD MP3 കളക്ഷൻസ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണ് കളക്ഷൻ ഉള്ളതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.